ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കേരളത്തിലെ ദേശീയ പ്രസ്ഥാനങ്ങളെക്കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് അഞ്ചുതെങ്ങ് കലാപം 1697. ബ്രിട്ടീഷുകാരും ആറ്റിങ്ങൽ നിവാസികളും തമ്മിൽ അഞ്ചുതെങ്ങ് കലാപം നടന്നത് 1697. അഞ്ചുതെങ്ങ് കലാപത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം കുരുമുളകിൻ്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയത്. ബ്രിട്ടീഷുകാർ അഞ്ചുതെങ്ങ് കോട്ട പണികഴിപ്പിച്ച വർഷം 1695. ബ്രിട്ടീഷുകാർക്ക് അഞ്ചുതെങ്ങിൽ കോട്ട പണിയാൻ അനുമതി നൽകിയ ഭരണാധികാരിയാണ് ആറ്റിങ്ങൽ റാണി അഥവാ ഉമയമ്മ റാണി. അഞ്ചുതെങ്ങ് സ്ഥിതി ചെയ്യുന്ന ജില്ല തിരുവനന്തപുരം ജില്ലയിലാണ്. അടുത്തതായിട്ട് ആറ്റിങ്ങൽ കലാപം 1721. കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം. ആറ്റിങ്ങൽ കലാപം നടക്കുമ്പോൾ വേനാടിലെ ഭരണാധികാരിയാണ് ആദിത്യവർമ്മ. ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം 1721 ഏപ്രിൽ മാസം 15 ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് ഗിഫോർഡ്. അതോടൊപ്പം 150ഓളം ബ്രിട്ടീഷുകാരും കൊല്ലപ്പെടുകയുണ്ടായി. ആറ്റിങ്ങൽ കലാപത്തെ തുടർന്ന് ഒപ്പുവെച്ച ഉടമ്പടിയാണ് വേനാട് ഉടമ്പടി. വേണാട് ഉടമ്പടി ഒപ്പുവെച്ചത് 1723. വേണാട് ഉടമ്പടിയിൽ നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ എന്ന പേരിൽ ഒപ്പുവെച്ച ഭരണാധികാരി മാർത്താണ്ഡവർമ്മയാണ്. വേണാട് ഉടമ്പടിയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണ്ടി ഒപ്പുവെച്ചത് അലക്സാണ്ടർ ഓം. ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ഗിഫോർഡ്. കയ്യൂർ സമരത്തെ തുടർന്ന് നടന്ന ലാത്തി ചാർജിനിടയിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് പോലീസ് ഉദ്യോഗസ്ഥനാണ് സുബ്ബരായൻ. മൊറാഴ സമരത്തെ തുടർന്ന് കൊല്ലപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥൻ KM കൃഷ്ണൻകുട്ടി മേനോൻ രാമനാണ്. പഴശ്ശി യുദ്ധങ്ങളെക്കുറിച്ച് നോക്കാം. പഴശ്ശി രാജയുടെ യഥാർത്ഥ നാമമാണ് കോട്ടയം കേരളവർമ്മ പഴശ്ശിരാജ. പഴശ്ശിരാജയുടെ രാജവംശം കോട്ടയം രാജവംശം. പഴശ്ശി യുദ്ധങ്ങളുടെ കാലഘട്ടം 1793 മുതൽ 1805 വരെയാണ്. ദക്ഷിണേന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന യുദ്ധങ്ങളിൽ ഏറ്റവും ശക്തമായത് പഴശ്ശി യുദ്ധമാണ്. പൈച്ചി രാജയെന്നും കെട്ടിയോട്ട് രാജയെന്നും ബ്രിട്ടീഷ് രേഖകളിൽ വിശേഷിപ്പിക്കുന്ന രാജാവ് പഴശ്ശിരാജയാണ്. ബ്രിട്ടീഷുകാർക്കെതിരെ പഴശ്ശിരാജ ജനങ്ങളെ സംഘടിപ്പിച്ച് തിരിയാനുള്ള കാരണം കോട്ടയം പ്രദേശത്തെ നികുതി പിരിക്കാനുള്ള അധികാരം നൽകാത്തതും വയനാടിന് മേൽ അവകാശവാദം ഉന്നയിച്ചതുമാണ്. ഒന്നാം പഴശ്ശി വിപ്ലവം വർഷം 1793 മുതൽ 1797 വരെയാണ്. ഒന്നാം പഴശ്ശി വിപ്ലവത്തിൻ്റെ പ്രധാന കാരണം ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി പരിഷ്കാരങ്ങളാണ്. ഒന്നാം പഴശ്ശി വിപ്ലവത്തിൻ്റെ പ്രധാന കേന്ദ്രം കണ്ണൂരിലെ പുരളിമല. ഒന്നാം പഴശ്ശി വിപ്ലവം അവസാനിപ്പിക്കാൻ പഴശ്ശിരാജയ്ക്കും ബ്രിട്ടീഷുകാർക്കും ഇടനിലക്കാരനായിട്ട് നിന്നത് ചിറക്കൽ രാജാവാണ്. രണ്ടാം പഴശ്ശി വിപ്ലവം വർഷം 1800-1805. നാലാം മൈസൂർ യുദ്ധത്തിൻ്റെ അനന്തരഫലമാണ് രണ്ടാം പഴശ്ശി വിപ്ലവം. രണ്ടാം പഴശ്ശി വിപ്ലവത്തിൻ്റെ പെട്ടെന്നുണ്ടായ കാരണം ബ്രിട്ടീഷുകാർ വയനാട് പിടിച്ചെടുക്കാൻ ശ്രമിച്ചതാണ്. രണ്ടാം പഴശ്ശി വിപ്ലവത്തിൽ പഴശ്ശി സൈന്യത്തെ നയിച്ചവർ കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ, കൈതേരി അമ്പുനായർ, എടച്ചേന കുങ്കൻ, പള്ളൂർ ഏമൻ നായരുമാണ്. രണ്ടാം പഴശ്ശി വിപ്ലവത്തിൽ പഴശ്ശിരാജയെ സഹായിച്ച കുറിച്യരുടെ നേതാവ് തലക്കൽ ചന്തുവാണ്. എടച്ചേന കുങ്കൻ, തലക്കൽ ചന്തു എന്നിവർ ചേർന്ന് പനമരം കോട്ട പിടിച്ചെടുത്ത വർഷം 1802. കുറിച്യരുടെയും കുറുമ്പരുടെയും സഹായത്തോടുകൂടി പഴശ്ശി ഗൊറില്ല യുദ്ധം നടത്തിയത് വയനാട് കുന്നുകളിൽ വെച്ചാണ്. രണ്ടാം പഴശ്ശി വിപ്ലവ സമയത്ത് ബ്രിട്ടീഷ് പട്ടാള മേധാവി ആർതർ വെല്ലസ്ലിയാണ്. രണ്ടാം പഴശ്ശി വിപ്ലവ സമയത്തെ തലശ്ശേരി സബ് കളക്ടർ തോമസ് ഹാർവേ ബാബറാണ്. പഴശ്ശിരാജയെ പിടികൂടാൻ ആർതർ വെല്ലസ്ലി രൂപീകരിച്ച സൈനിക സംഘം കോൽക്കാർ എന്നറിയപ്പെടുന്നു. പഴശ്ശിരാജ വെടിയേറ്റ് മരിച്ചത് 1805 നവംബർ മാസം 30. പഴശ്ശിരാജ വെടിയേറ്റ് മരിച്ച സ്ഥലം മാവിലന്തോട്, വയനാട് മാനന്തവാടിയിലാണ് സ്ഥലം. പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് സർദാർ KM പണിക്കർ. കേരള സിംഹം എന്ന പുസ്തകം രചിച്ചത് സർദാർ KM പണിക്കരാണ്. പഴശ്ശി സമരങ്ങൾ എന്ന പുസ്തകം രചിച്ചത് KKN കുറുപ്പ്. തലക്കൽ ചന്തു സ്മാരകം സ്ഥിതി ചെയ്യുന്നത് വയനാട് പനമരത്താണ്.
പഴശ്ശിരാജ ചമയങ്ങളില്ലാതെ എന്ന പുസ്തകം രചിച്ചത് മുണ്ടക്കയം ഗോപി. പഴശ്ശി സ്മാരകം വയനാട് മാനന്തവാടിയിൽ. പഴശ്ശി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ഈസ്റ്റ് ഹിൽ. പഴശ്ശി ഡാം കണ്ണൂർ വളപട്ടണം പുഴയിലാണ്. പഴശ്ശി ഗുഹ മലപ്പുറത്തും. പഴശ്ശി കോളേജ് വയനാട് പുൽപ്പള്ളിയിലും കണ്ണൂർ മട്ടന്നൂരും സ്ഥിതി ചെയ്യുന്നു. പഴശ്ശി കലാപ സമയത്ത് തകർക്കപ്പെട്ട ഏഷ്യയിലെ തന്നെ ആദ്യത്തേതും ഏറ്റവും വലുതുമായിട്ടുള്ള കറുവത്തോട്ടം എവിടെയാണ്? അഞ്ചരക്കണ്ടിയിലാണ്. അടുത്തതായിട്ട് നായർ പട്ടാളം ലഹള 1804. തിരുവിതാംകൂറിലെ ബ്രിട്ടീഷുകാർക്ക് സൈനിക ആവശ്യത്തിനായിട്ട് കൊടുക്കേണ്ട തുക അധികമായിട്ട് വന്നപ്പോൾ വേലുത്തമ്പി ദളവ നായർ പട്ടാളത്തിൻ്റെ ആനുകൂല്യം കുറച്ചതിനെതിരെ നടന്നിട്ടുള്ള ഒരു പ്രക്ഷോഭമാണ് നായർ പട്ടാളം ലഹള. നായർ പട്ടാളം ലഹള നടന്ന വർഷം 1804. അടുത്തതായിട്ട് കുണ്ടറ വിളംബരം വർഷം 1809. ബ്രിട്ടീഷ് ദുർഭരണത്തെ തിരുവിതാംകൂറിൽ നിന്നും അമർച്ച ചെയ്യാൻ വേലുത്തമ്പി ദളവ കുണ്ടറയിൽ വെച്ച് നടത്തിയ ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ഒരു വിളംബരമാണ് കുണ്ടറ വിളംബരം. കുണ്ടറ വിളംബരം നടന്നത് 1809 ജനുവരി മാസം 11 അഥവാ 984 മകരം 1. കുണ്ടറ വിളംബരം നടത്തിയ സ്ഥലം കുണ്ടറയിലെ ഇളമ്പള്ളൂർ ക്ഷേത്രത്തിൽ വെച്ചാണ്. അടുത്തതായിട്ട് കുറിച്യർ ലഹള 1812. കുറിച്യർ ലഹള നടന്നത് വയനാട്ടിലാണ്. വർഷം 1812. കുറിച്യ കലാപത്തിൻ്റെ പ്രധാന കാരണം ഗോത്രവർഗക്കാരായിട്ടുള്ള കുറിച്യരുടെയും കുറുമ്പരുടെയും മേൽ ബ്രിട്ടീഷുകാർ നികുതി ഏർപ്പെടുത്തിയത്. നികുതി ഏർപ്പെടുത്തിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ തോമസ് വാർഡൻ. കുറിച്യ ലഹളയുടെ നേതാവ് രാമൻ നമ്പി. കുറിച്യ ലഹളയുടെ മുദ്രാവാക്യം വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക. ബ്രിട്ടീഷുകാർ കുറിച്യ ലഹള അടിച്ചമർത്തിയത് 1812 മെയ് മാസം 8. കുറിച്യരുടെ ജീവിതവും സംസ്കാരവും എന്ന പുസ്തകം രചിച്ചത് കുമാരൻ വയലേരിയാണ്. ഒരു മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്നെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിൽ ആയേനെ എന്ന് കുറിച്യർ കലാപത്തെക്കുറിച്ച് അഭിപ്രായപ്പെട്ടത് TH വേബറാണ്. വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക ഏത് ലഹളയുടെ മുദ്രാവാക്യമാണ്? കുറിച്യ ലഹള. അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഏത് സമരവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? പുന്നപ്ര വയലാർ സമരം. ചത്താലും ചെത്തും കുത്തോളി എന്ന മുദ്രാവാക്യവുമായിട്ട് ബന്ധപ്പെട്ട സമരം കുത്താളി സമരമാണ്. അടുത്തതായിട്ട് മലബാർ ജില്ലാ കോൺഗ്രസ് 1916. 1916 മലബാർ ജില്ലാ കോൺഗ്രസ് പ്രഥമ സമ്മേളനത്തിൻ്റെ അധ്യക്ഷ ആനി ബസന്റ്. 1916 മലബാർ ജില്ലാ കോൺഗ്രസ് പ്രഥമ സമ്മേളനം നടന്ന സ്ഥലം പാലക്കാട്. അക്കാലത്ത് കോൺഗ്രസ് പ്രവർത്തനങ്ങൾക്ക് മലബാറിൽ നേതൃത്വം നൽകിയത് KP കേശവമേനോൻ, KP രാമൻ മേനോൻ, മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്, K മാധവൻ നായർ, E മൊയ്ത്തു മൗലവി, MP നാരായണ മേനോനുമാണ്. 1920 മലബാർ രാഷ്ട്രീയ സമ്മേളനം നടന്ന സ്ഥലം മഞ്ചേരിയിലാണ്. അധ്യക്ഷൻ കസ്തൂരി രംഗൻ അയ്യങ്കാറാണ്. 1920 മഞ്ചേരിയിൽ നടന്ന രാഷ്ട്രീയ സമ്മേളനത്തിൽ ചർച്ച ചെയ്ത വിഷയങ്ങൾ ഭരണപരിഷ്കരണം, കുടിയാൻ പ്രശ്നം, ഖിലാഫത്തുമാണ്. ഗാന്ധിജി കോഴിക്കോടെത്തി ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് പിന്തുണ പ്രഖ്യാപിച്ച വർഷം 1920. ഗാന്ധിജിയോടൊപ്പം കേരളത്തിലെത്തിയ ഖിലാഫത്ത് നേതാവാണ് ഷൗക്കത്ത് അലി. കേരളത്തിലെ ഖിലാഫത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റ് കട്ടിലശ്ശേരി മുഹമ്മദ് മൗലവി. കേരളത്തിലെ ഖിലാഫത്ത് കമ്മിറ്റിയുടെ സെക്രട്ടറിയാണ് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്. കേരളത്തിൽ ഖിലാഫത്ത് പ്രസ്ഥാനം ഏറ്റവും അധികം ശക്തി പ്രാപിച്ച പ്രദേശം മലബാറിലാണ്. KPCCയുടെ ആദ്യ സെക്രട്ടറി K മാധവൻ നായർ. കേരള പ്രൊവിൻഷ്യൽ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആദ്യ സമ്മേളനം നടന്നത് 1921 ഏപ്രിൽ മാസം 23 ഒറ്റപ്പാലത്ത് വെച്ച് T പ്രകാശൻ്റെ അധ്യക്ഷതയിലാണ് കൂടിയത്. ജവഹർലാൽ നെഹ്റു അധ്യക്ഷത വഹിച്ച സമ്മേളനമാണ് പയ്യന്നൂർ സമ്മേളനം. വർഷം 1928. അടുത്തതായിട്ട് മലബാർ കലാപം. വർഷം 1921. ഏറനാട്, വള്ളുവനാട്, പൊന്നാനി താലൂക്കുകളിലായിട്ട് മലബാറിലെ കർഷകരെ മാപ്പിളമാർ നേതൃത്വം നൽകിയ ശക്തമായിട്ടുള്ള പോരാട്ടങ്ങളാണ് മലബാർ കലാപം. 1836 മുതൽ
ചെറുതും വലുതുമായിട്ടുള്ള ഒട്ടനവധി മാപ്പിള കലാപങ്ങൾ മലബാറിൽ പൊട്ടിപ്പുറപ്പെട്ടിരുന്നു. ഖിലാഫത്ത് സമരവുമായിട്ട് ബന്ധപ്പെട്ട കേരളത്തിൽ നടന്ന ഒരു കലാപമാണ് മലബാർ കലാപം അഥവാ മാപ്പിള ലഹള. ഖിലാഫത്ത് പ്രസ്ഥാനം മലബാറിൽ ശക്തിപ്പെട്ടതോടുകൂടി മലബാറിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നേരിട്ടിട്ടുള്ള ഏറ്റുമുട്ടലുകൾ ഉണ്ടായി. മലബാർ കലാപത്തിൻ്റെ പെട്ടെന്നുണ്ടായിട്ടുള്ള കാരണം പൂക്കോട്ടൂർ കലാപമാണ്. മലബാറിലെ മാപ്പിള ലഹളയുടെ അടിസ്ഥാന കാരണം ജന്മിത്വവുമായിട്ട് ബന്ധപ്പെട്ട കാർഷിക പ്രശ്നങ്ങളാണെന്ന് ചൂണ്ടിക്കാട്ടിയ മലബാർ കളക്ടറാണ് വില്യം ലോഗൻ. മലബാർ കലാപം ആരംഭിച്ചത് 1921 പൂക്കോട്ടൂരിലെ ഖിലാഫത്ത് കമ്മിറ്റി സെക്രട്ടറിയായ വടക്കേ വീട്ടിൽ മുഹമ്മദിനെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചതിനെ തുടർന്ന് പൂക്കോട്ടൂർ കലാപം പൊട്ടിപ്പുറപ്പെട്ടത് 1921 ആഗസ്റ്റ് മാസം 20 മലബാർ കലാപത്തിൻ്റെ പ്രധാന കേന്ദ്രം തിരൂരങ്ങാടി. മലബാർ കലാപത്തിൻ്റെ നേതാക്കളാണ് വാര്യൻകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, CB കോയത്തങ്ങൾ, അലി മുസലിയാരും. മലബാർ ലഹളയുടെ താൽക്കാലിക വിജയത്തിന് ശേഷം ഭരണാധിപനായിട്ട് അവരോധിക്കപ്പെട്ടത് അലി മുസലിയാറാണ്. മാപ്പിള കലാപങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വധിക്കപ്പെട്ട ബ്രിട്ടീഷ് മലബാർ കളക്ടറാണ് HV കെനോലി 1855 വധിക്കപ്പെട്ടത്. മലപ്പുറം ജില്ലയിലെ താനൂർ കടപ്പുറത്ത് നിന്നും ബ്രിട്ടീഷുകാർ അറസ്റ്റ് ചെയ്ത് പിന്നീട് വധശിക്ഷ നൽകിയ ഇന്ത്യൻ നാഷണൽ ആർമിയുടെ ഭടനാണ് മക്രം അബ്ദുൽ ഖാദർ. 1921 മലബാർ കലാപത്തിൽ ഹിന്ദുക്കളുടെ രാജാവ്, മുസ്ലിങ്ങളുടെ അമീർ, ഖിലാഫത്ത് ആർമിയുടെ കേണൽ എന്നിങ്ങനെ സ്വയം വിശേഷിപ്പിച്ചത് വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയാണ്. മലബാർ കലാപങ്ങളെക്കുറിച്ച് അന്വേഷണം നടത്തിയത് TL സ്ട്രെയിഞ്ച് ആണ്. മലബാർ കൂട്ടായ്മ നിയമമാണ് 1929 മലബാർ കലാപം പശ്ചാത്തലമാക്കി കുമാരൻ ആശാൻ എഴുതിയ ഒരു കൃതിയാണ് ദുരവസ്ഥ. മലബാർ കലാപം പശ്ചാത്തലമാക്കി സുന്ദരികളും സുന്ദരന്മാരും എന്ന നോവൽ എഴുതിയത് ഉറൂബ്. മലബാർ കലാപം എന്ന പുസ്തകം രചിച്ചത് K മാധവൻ നായർ. ഖിലാഫത്ത് സ്മരണകൾ രചിച്ചത് M ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാട്. മലബാർ കലാപം പശ്ചാത്തലമാക്കി IV ശശി സംവിധാനം ചെയ്ത ഒരു സിനിമയാണ് 1921. മലബാർ മാനുവൽ എന്ന ഗ്രന്ഥം രചിച്ചത് വില്യം ലോഗനാണ്. മലബാറിലെ മാപ്പിള കലാപത്തെക്കുറിച്ച് പഠിക്കാൻ നിയമിച്ച ഒരു കമ്മീഷൻ വില്യം ലോഗൻ കമ്മീഷനാണ്. 1921 മലബാർ കലാപത്തിൽ ബ്രിട്ടീഷ് പോലീസിനെ ശക്തമായിട്ട് നേരിട്ട മലയാളി വനിതയാണ് കമ്മത്ത് ചിന്നമ്മ. മലബാർ കലാപത്തിൽ പങ്കെടുത്തവരെ നാട് കടത്തിയ സ്ഥലങ്ങൾ ആൻഡമാൻ നിക്കോബാർ, ബോട്ടണി ബേ ഓസ്ട്രേലിയയിലോട്ടും ഒക്കെയാണ്. അടുത്തതായിട്ട് വാഗൺ ട്രാജഡി. വർഷം 1921. മലബാർ കലാപവുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായ കുപ്രസിദ്ധ സംഭവമാണ് വാഗൺ ട്രാജഡി. വാഗൺ ട്രാജഡി നടന്നത് 1921 നവംബർ മാസം 10 മലബാർ കലാപകാരികളെ ഗുഡ്സ് വാഗണിൽ നിറച്ച് തിരൂരിൽ നിന്നും കോയമ്പത്തൂരിലെ ബല്ലാരി ജയിലിലേക്ക് കൊണ്ടുപോകും വഴി 90 പേരിൽ 67 പേരും ശ്വാസം കിട്ടാതെ മരിച്ച സംഭവമാണ് വാഗൺ ട്രാജഡി. കലാപകാരികളെ കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോകുന്നതിന് നേതൃത്വം നൽകിയ ബ്രിട്ടീഷുകാരൻ TH ഹിച്ച്കോക്ക് ആണ്. വാഗൺ ട്രാജഡി റിപ്പോർട്ട് ചെയ്ത കോയമ്പത്തൂരിനടുത്തുള്ള സ്റ്റേഷൻ പോത്തന്നൂർ സ്റ്റേഷൻ. വാഗൺ ട്രാജഡി അന്വേഷിക്കാൻ നിയമിച്ച ഒരു കമ്മീഷനാണ് AR നേപ്പ് കമ്മീഷൻ. ബ്ലാക്ക് ഹോൾ ഓഫ് പോത്തന്നൂർ എന്ന് വാഗൺ ട്രാജഡിയെ വിശേഷിപ്പിച്ചത് സുമിത് സർക്കാർ. വാഗൺ ട്രാജഡി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് തിരൂരിലാണ്. മലബാർ കലാപത്തെക്കുറിച്ച് അന്വേഷണം നടത്തിയ കമ്മീഷൻ TH സ്ട്രെയിഞ്ച് കമ്മീഷൻ. വാഗൺ ട്രാജഡി അന്വേഷിക്കാൻ നിയമിച്ച കമ്മീഷനാണ് AR നേപ്പ് കമ്മീഷൻ. ഗാന്ധിജിയുടെ കേരള സന്ദർശനം. ഗാന്ധിജി ആദ്യമായിട്ട് കേരളം സന്ദർശിച്ച വർഷം 1920 ഓഗസ്റ്റ് മാസം 18. ഗാന്ധിജി രണ്ടാമതായിട്ട് കേരളം സന്ദർശിച്ച വർഷം 1925 മാർച്ച് 8. ഗാന്ധിജി മൂന്നാമതായിട്ട് കേരളം സന്ദർശിച്ച വർഷം 1929 ഒക്ടോബർ മാസം 9. ഹരിജൻ ധനസമാഹരണത്തിനായിട്ട് ഗാന്ധിജി നാലാമതായിട്ട് കേരളം സന്ദർശിച്ച വർഷം 1934 ജനുവരി മാസം 10. ഗാന്ധിജി അവസാനമായിട്ട് കേരളം സന്ദർശിച്ച വർഷം
1937 ജനുവരി 12-നാണ്. കേരള ഉപ്പ് സത്യാഗ്രഹം 1930. കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹം ആരംഭിച്ചത് 1930 ഏപ്രിൽ 13 മുതലാണ്. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കെ കേളപ്പൻ. കെ കേളപ്പനോടൊപ്പം പങ്കെടുത്ത പ്രധാന നേതാക്കളാണ് പി കൃഷ്ണപിള്ള, കെ കുഞ്ഞപ്പ നമ്പ്യാർ, പി കേശവൻ നമ്പ്യാർ, പി സി കുഞ്ഞിരാമൻ നമ്പ്യാർ. കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ പ്രധാന കേന്ദ്രമാണ് പയ്യന്നൂരിലെ ഉളിയത്ത് കടവ്. രണ്ടാം ബർദോളി എന്ന് അറിയപ്പെടുന്നത് പയ്യന്നൂർ. പയ്യന്നൂരിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ പ്രധാനപ്പെട്ട നേതാവാണ് കെ കേളപ്പൻ. കെ കേളപ്പൻ്റെ നേതൃത്വത്തിൽ നടന്ന ഉപ്പ് സത്യാഗ്രഹ ജാഥയിൽ പങ്കെടുത്തവരുടെ എണ്ണം 32. കോഴിക്കോട് ജില്ലയിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ പ്രധാന നേതാവ് മുഹമ്മദ് അബ്ദുറഹ്മാൻ ആണ്. കോഴിക്കോട് നിന്നും പയ്യന്നൂരിലേക്ക് എത്തി കെ കേളപ്പൻ്റെ നേതൃത്വത്തിൽ ഉപ്പ് നിയമം ലംഘിച്ചത് 1930 ഏപ്രിൽ 23-നാണ്. കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിൽ ഉടനീളം ആലപിച്ച ഗാനം വരിക വരിക സഹചരേ. വരിക വരിക സഹചരേ എന്ന ഗാനം രചിച്ചത് അംശി നാരായണപിള്ള. പാലക്കാട് നിന്നും പയ്യന്നൂരിലേക്ക് സത്യാഗ്രഹ ജാഥ നയിച്ചത് TR കൃഷ്ണസ്വാമി അയ്യരാണ്. കെ കേളപ്പൻ അറസ്റ്റ് വരിച്ചതിനു ശേഷം ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് മൊയ്യാഴത്ത് ശങ്കരൻ. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ പൈലറ്റ് എന്നറിയപ്പെടുന്ന വ്യക്തി മൊയ്യാഴത്ത് ശങ്കരൻ. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം പോലീസ് അടിച്ചമർത്തിയത് 1930 മെയ് മാസം 12-ാം തീയതി. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ഉളിയത്ത് കടവിലാണ്. ഉപ്പ് നിയമലംഘനത്തിൽ സജീവമായിട്ട് പങ്കെടുത്ത മറ്റു നേതാക്കൾ മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബ്, മൊയ്യാരത്ത് ശങ്കരൻ, മൊയ്തു മൗലവി ഒക്കെയാണ്. ഉപ്പ് സത്യാഗ്രഹത്തെ തുടർന്ന് 43 ദിവസത്തെ ഉപവാസത്തിനൊടുവിൽ ജയിലിൽ വെച്ച് മരണമടഞ്ഞ വ്യക്തിയാണ് പി സി കുഞ്ഞിരാമൻ അടിയോടി. നിയമലംഘന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് നടന്ന പ്രവർത്തനങ്ങളാണ് വിദേശ വസ്തു ബഹിഷ്കരണം, മദ്യഷാപ്പ് പിക്കറ്റിങ്ങുകൾ, ഖാദി പ്രചരണം. സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായിട്ട് ഇന്നത്തെ കണ്ണൂർ ജില്ലയിൽ 1935 രൂപം കൊണ്ട സംഘടന ഏത്? കർഷക സംഘം. കർഷക സംഘം രൂപീകരിക്കപ്പെട്ട സ്ഥലം കരിവെള്ളൂർ. ഭഗത് സിംഗിൻ്റെ നവജവാൻ ഭാരത് സഭയുടെ മാതൃകയിൽ ഒരു വിപ്ലവ സംഘടന വേണമെന്ന ആശയത്തോടു കൂടി MV കുഞ്ഞി അമ്പുവിൻ്റെ ശ്രമഫലമായിട്ട് 1934 ഏപ്രിൽ 13-ന് രൂപീകരിക്കപ്പെട്ട സംഘടനയാണ് അഭിനവ് ഭാരത് യുവക് സംഘം. കരിവെള്ളൂരിൽ കർഷക സംഘത്തിൻ്റെ രൂപീകരണത്തിന് പ്രധാന പങ്ക് വഹിച്ച സംഘടന അഭിനവ് ഭാരത് യുവക് സംഘമാണ്. അടുത്തതായിട്ട് മൊറാഴ സമരം. വർഷം 1940. രണ്ടാം ലോക മഹായുദ്ധത്തിനും ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ മർദ്ദന മുറകൾക്കുമെതിരെ കമ്മ്യൂണിസ്റ്റുകാരുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധമാണ് മൊറാഴ സമരം. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് നേതൃത്വത്തിൽ നടന്ന ആദ്യ സമരമാണ് മൊറാഴ സമരം. മലബാറിൽ സാമ്രാജ്യത്വ വിരുദ്ധ ദിനമായിട്ട് ആചരിക്കാൻ KPCC ജനങ്ങളോട് ആഹ്വാനം ചെയ്തത് 1940 സെപ്റ്റംബർ 15. മൊറാഴ സമരം നടന്നത് 1940 കണ്ണൂരിലാണ്. മൊറാഴ സമരത്തെ തുടർന്ന് കൊല്ലപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥൻ KM കൃഷ്ണൻകുട്ടി മേനോൻ രാമനാണ്. മൊറാഴ സമരത്തെ തുടർന്ന് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട വിപ്ലവകാരി KPR ഗോപാലൻ. KPR ഗോപാലന് വധശിക്ഷയിൽ നിന്നും ഇളവ് ലഭിക്കാൻ കാരണക്കാരനായിട്ടുള്ള നേതാവ് ഗാന്ധിജിയാണ്. മൊറാഴ സമരത്തെ തുടർന്ന് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട വിപ്ലവകാരി KPR ഗോപാലൻ. കേരളത്തിലെ ആദ്യത്തെ വ്യവസായ മന്ത്രിയാണ് KP ഗോപാലൻ. പട്ടിണി ജാഥ നയിച്ച നവോത്ഥാന നായകൻ AK ഗോപാലൻ. അടുത്തതായിട്ട് കയ്യൂർ സമരം. വർഷം 1941. കയ്യൂർ സമരം നടന്നത് 1941 മാർച്ച് മാസം 28-ാം തീയതി. കയ്യൂർ സ്ഥിതി ചെയ്യുന്ന ജില്ല കാസർഗോഡ് ഹോസ്ദുർഗ് താലൂക്കിലാണ്. കേരള കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം കൊണ്ടത് 1939 പാറപ്പുറത്താണ്. ഇന്നത്തെ പിണറായിലാണ്, കണ്ണൂരിലെ പിണറായി. കയ്യൂർ സമരത്തെ തുടർന്ന്
നടന്ന ലാത്തി ചാർജിനിടെ വധിക്കപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥനാണ് സുബ്ബരായൻ. കയ്യൂർ സമരത്തെ തുടർന്ന് 61 പേർ പോലീസിൻ്റെ പിടിയിലായി. കയ്യൂർ സമരത്തെ തുടർന്ന് തൂക്കിലേറ്റപ്പെട്ടവരാണ് മഠത്തിൽ അപ്പു, പൊടോര കുഞ്ഞമ്പു നായർ, കൊയ്ത്താട്ടിൽ ചീരുക്കണ്ടൻ, പള്ളിക്കൽ അബൂബക്കർ. കയ്യൂർ സമരവുമായിട്ട് ബന്ധപ്പെട്ട് അറസ്റ്റിലായ ചൂരിക്കാടൻ കൃഷ്ണൻ നായരെ പ്രായപൂർത്തിയാകാത്തതിനാൽ വധശിക്ഷയിൽ നിന്നും ഒഴിവാക്കി ദുർഗുണ പരിപാല പാഠശാലയിലേക്ക് അയക്കുകയായിരുന്നു. കയ്യൂർ സമരത്തെ തുടർന്ന് 4 പേരെ തൂക്കിലേറ്റിയത് 1943 മാർച്ച് മാസം 29-ാം തീയതിയാണ്. കയ്യൂർ സമരം നടന്ന നദീതീരം കാസർഗോഡുള്ള കരിയങ്കോടി നദിയാണ്. കരിയങ്കോട് നദി കാസർഗോഡ്. തേജസ്വിനി നദി എന്നറിയപ്പെടുന്നതും കരിയങ്കോട് നദിയാണ്. തേജസ്വിനി എന്ന് വിശേഷിപ്പിക്കുന്നത് കന്നഡ സാഹിത്യകാരിയായിട്ടുള്ള നിരഞ്ജന. കയ്യൂർ സമരത്തിൽ പങ്കെടുത്തിട്ടുള്ള കേരള മുഖ്യമന്ത്രിയാണ് ഇ.കെ. നായനാർ. കയ്യൂർ സമരത്തെ ആസ്പദമാക്കി ചിരസ്മരണ എന്ന നോവൽ രചിച്ചത് നിരഞ്ജന. കയ്യൂർ സമരത്തെ ആസ്പദമാക്കി ലെനിൻ രാജേന്ദ്രൻ സംവിധാനം ചെയ്ത സിനിമയാണ് മീനമാസത്തിലെ സൂര്യൻ. മലബാറിലെ കർഷകരുടെ പോരാട്ടത്തെക്കുറിച്ച് എ.വി. കുഞ്ഞമ്പു രചിച്ച കൃതിയാണ് കയ്യൂരും കരിവെള്ളൂരും. കയ്യൂർ ചരിത്രം രചിച്ചത് വി. കുഞ്ഞമ്പു. 2016 75-ാം വാർഷികം ആഘോഷിച്ച സമരമാണ് കയ്യൂർ സമരം. അടുത്തതായിട്ട് കീഴരിയൂർ ബോംബ് കേസ് 1942. കൊച്ചിയിലെയും മലബാറിലെയും ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം ആരംഭിച്ചത് 1942. മലബാറിൽ ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തോടനുബന്ധിച്ച് നടന്ന സംഭവമാണ് കീഴരിയൂർ ബോംബ് കേസ്. കീഴരിയൂർ ബോംബ് സ്ഫോടനം നടന്നത് 1942 നവംബർ 17. കീഴരിയൂർ ബോംബ് കേസുമായിട്ട് ബന്ധപ്പെട്ട പ്രധാന വ്യക്തി ഡോക്ടർ കെ.ബി. മേനോൻ. കീഴരിയൂർ ബോംബ് കേസുമായിട്ട് ബന്ധപ്പെട്ട അറസ്റ്റിലായ വ്യക്തികളാണ് ഡോക്ടർ കെ.ബി. മേനോൻ, കുഞ്ഞിരാമ കിടാവ് ഒക്കെ. കേരളത്തിൽ ക്വിറ്റ് ഇന്ത്യ സമര ആനുകൂലികൾ രഹസ്യമായിട്ട് പുറത്തിറക്കിയ പത്രമാണ് സ്വതന്ത്ര ഭാരതം. ഫറോക്ക് പാലം തകർക്കാനുള്ള ഗൂഢാലോചന ഏത് സമരവുമായിട്ട് ബന്ധപ്പെടുന്നു? ക്വിറ്റ് ഇന്ത്യ സമരം. കീഴരിയൂർ ബോംബ് കേസുമായിട്ട് ബന്ധപ്പെട്ട ആകെ അറസ്റ്റിലായ വ്യക്തികൾ 27. കീഴരിയൂർ ബോംബ് കേസിൽ കെ.ബി. മേനോൻ ഉൾപ്പെടെ ആജീവനാന്ത തടങ്കലിൽ ആയവരാണ് 13 പേരാണ്. കീഴരിയൂർ ബോംബ് കേസിൻ്റെ ബുദ്ധികേന്ദ്രം ഡോക്ടർ കെ.ബി. മേനോൻ. കീഴരിയൂർ ബോംബ് കേസുമായിട്ട് ബന്ധപ്പെട്ട് ഇരുമ്പഴിക്കുള്ളിൽ എന്ന ഗ്രന്ഥം രചിച്ചത് വി.എ. കേശവൻ നായർ. കീഴരിയൂർ ബോംബ് കേസുമായിട്ട് ബന്ധപ്പെട്ട് സുഭാഷ് ചന്ദ്രബോസിൽ നിന്നും കത്ത് ലഭിച്ച നേതാവ് കെ.ബി. മേനോൻ. കീഴരിയൂർ ബോംബ് കേസുമായിട്ട് ബന്ധപ്പെട്ട് കലാപകാരികൾ വിധ്വംസക ദിനമായിട്ട് പ്രഖ്യാപിച്ചത് നവംബർ 9. നവംബർ 9 ബോംബ് നിർമ്മാണം പൂർത്തിയാക്കാത്തതിനാൽ നവംബർ 17 ബോംബ് സ്ഫോടനം നടന്നത്. കീഴരിയൂർ ബോംബ് കേസിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഹിന്ദി നാടകമാണ് വന്ദേമാതരം. മൊറാഴ സമരം നടന്ന ജില്ല കണ്ണൂർ. കരിവെള്ളൂർ സമരം നടന്ന ജില്ല കണ്ണൂർ. കീഴരിയൂർ ബോംബ് കേസ് നടന്ന ജില്ല കോഴിക്കോട്. പുന്നപ്ര വയലാർ സമരം നടന്ന ജില്ല ആലപ്പുഴ. കയ്യൂർ സമരം നടന്ന ജില്ല കാസർഗോഡ്. പുന്നപ്ര വയലാർ സമരം വർഷം 1946. അമേരിക്കൻ മോഡൽ ഭരണം തിരുവിതാംകൂറിൽ നടപ്പാക്കാൻ ശ്രമിച്ചത് സാർ C.P. രാമസ്വാമി അയ്യങ്കാറിനെതിരെ നടന്ന സമരമാണ് പുന്നപ്ര വയലാർ സമരം. 1946 ഒക്ടോബർ മാസം 24-ാം തീയതി മുതൽ 27 വരെയാണ് നടന്നത്. പുന്നപ്ര വയലാർ എന്ന സ്ഥലങ്ങളെ സ്ഥിതി ചെയ്യുന്ന ജില്ല ആലപ്പുഴയിലാണ്. തിരുവിതാംകൂറിൽ അമേരിക്കൻ മോഡൽ ഭരണം പ്രഖ്യാപിച്ചത് സാർ C.P. രാമസ്വാമി അയ്യരാണ്. തുലാമ്പത്ത് സമരം എന്നും അറിയപ്പെടുന്നത് പുന്നപ്ര വയലാർ സമരമാണ്. പുന്നപ്ര വയലാർ സമര സമയത്തെ തിരുവിതാംകൂർ ദിവാനാണ് സാർ C.P. രാമസ്വാമി അയ്യർ. പ്രായപൂർത്തി വോട്ടവകാശം പ്രഖ്യാപിച്ച ദിവാനാണ് സാർ C.P. രാമസ്വാമി അയ്യർ. പുന്നപ്ര വയലാർ സമരവുമായിട്ട് ബന്ധപ്പെട്ട് മുദ്രാവാക്യമാണ് അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ. പുന്നപ്ര വയലാർ ദുരന്തം നടന്നത് 1946 ഒക്ടോബറിലാണ്.
1000-ത്തിലധികം പേർ ഈ സമരത്തിൽ കൊല്ലപ്പെട്ടതായിട്ട് കണക്കാക്കുന്നു. പുന്നപ്ര വയലാർ രക്തസാക്ഷി മണ്ഡപം സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴയിലെ കള്ളർകോടാണ്. വയലാർ സ്റ്റാലിൻ എന്നറിയപ്പെടുന്നത് CK കുമാരപ്പണിക്കർ. CP രാമസ്വാമി അയ്യരെ വധിക്കാൻ ശ്രമിച്ച വ്യക്തിയാണ് KCS മണി. പുന്നപ്ര വയലാർ സമരത്തിൽ പങ്കെടുത്ത കേരള മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ. പുന്നപ്ര വയലാർ സമരത്തിൽ പശ്ചാത്തലമാക്കി P കേശവദേവ് രചിച്ച നോവലാണ് ഉലക്ക. പുന്നപ്ര വയലാർ സമരത്തെ പശ്ചാത്തലമാക്കി തകഴി ശിവശങ്കരപിള്ള രചിച്ച നോവൽ തലയോട്. മറ്റു കലാപങ്ങൾ. ഒന്നാമതായിട്ട് ഉദയംപേരൂർ സുന്നഹദോസ് 1599 എറണാകുളത്താണ് നടന്നത്. കേരളത്തിലെ ക്രൈസ്തവ സഭയെ റോമിനോട് ആഭിമുഖ്യമുള്ളവരാക്കി മാറ്റാൻ ഉദയംപേരൂരിൽ നടത്തിയ പുരോഹിത സമ്മേളനമാണ് ഉദയംപേരൂർ സുന്നഹദോസ്. ഉദയംപേരൂർ സുന്നഹദോസ് നടന്ന വർഷം AD 1599. ഉദയംപേരൂർ സുന്നഹദോസിൽ അധ്യക്ഷത വഹിച്ചത് അലക്സിസ് ഡി മെനസിസ് ആണ്. ഉദയംപേരൂർ സുന്നഹദോസിൽ പങ്കെടുത്തവരുടെ എണ്ണം 813. അടുത്തതായിട്ട് കൂനൻ കുരിശ് സത്യം 1653 ജനുവരി 3-നാണ് നടന്നത്. സുന്നഹദോസ് തീരുമാനങ്ങളിൽ കേരളത്തിലെ സുറിയാനി ക്രിസ്ത്യാനികൾ എതിർപ്പ് പ്രകടിപ്പിക്കുകയും AD 1653 മട്ടാഞ്ചേരിയിലെ പ്രാചീന കുരിശിനു മുന്നിൽ സമ്മേളിക്കുകയും ചെയ്ത ലാത്തിൻ ബിഷപ്പുമാരുടെ തീരുമാനങ്ങൾ അംഗീകരിക്കില്ലെന്ന് പ്രതിജ്ഞ ചെയ്യുകയും ചെയ്തു. ഇതാണ് കൂനൻ കുരിശ് സത്യം എന്ന് അറിയപ്പെടുന്നത്. അടുത്തതായിട്ട് ചാനാർ ലഹള 1859. ഒന്നാം ചാനാർ ലഹള നടന്നത് 1822-ലാണ്. മാറുമറയ്ക്കാൻ ആവശ്യപ്പെട്ട് തിരുവിതാംകൂറിൽ നടന്ന പ്രക്ഷോഭമാണ് ചാനാർ ലഹള. മേൽമുണ്ട് കലാപത്തിൻ്റെ മറ്റൊരു പേര് ചാനാർ ലഹള. ചാനാർ ലഹള നടന്ന വർഷം 1859 തിരുവിതാംകൂറിലാണ്. മേൽമുണ്ട് സമരം, മാറുമറക്കൽ സമരം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് ചാനാർ ലഹളയാണ്. എല്ലാ ജാതിയിൽപ്പെട്ട സ്ത്രീകൾക്കും മേൽവസ്ത്രം ധരിക്കാൻ അനുവാദം നൽകിയ ദിവസം 1859 ജൂലൈ 26. അനുവാദം നൽകിയ തിരുവിതാംകൂർ രാജാവ് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ. മദ്രാസ് ഗവർണർ ലോർഡ് ഹാരിസിൻ്റെ നിർദ്ദേശപ്രകാരമാണ് തിരുവിതാംകൂർ രാജാവ് ഉത്തരവ് ഇറക്കിയത്. അടുത്തതായിട്ട് വേലൂർ മാറുമറക്കൽ സമരം 1952. തൃശ്ശൂർ മണിമലർക്കാവ് അമ്പലത്തിലെ വേല ഉത്സവത്തിൽ അവർണരായ സ്ത്രീകൾക്ക് മാറുമറച്ചുകൊണ്ട് പങ്കെടുക്കാൻ ജന്മിമാർ അനുവദിച്ചിരുന്നില്ല. ഇതിനെതിരെ 1952 നടന്ന പ്രക്ഷോഭമാണ് വേലൂർ മാറുമറക്കൽ സമരം. ഈ സമരത്തിന് നേതൃത്വം നൽകിയവരാണ് വേളാത്ത് ലക്ഷ്മിക്കുട്ടി, KK കുറുമ്പ, KC കാളിക്കുട്ടി. അടുത്തതായിട്ട് മലയാളി മെമ്മോറിയൽ 1891. തിരുവിതാംകൂറിലെ അഭ്യസ്തവിദ്യരായ ജനങ്ങൾക്ക് ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ ജോലി ലഭിക്കണം എന്ന ആവശ്യത്തോടുകൂടി തിരുവിതാംകൂറിലെ ജനങ്ങൾ സമർപ്പിച്ച നിവേദനമാണ് മലയാളി മെമ്മോറിയൽ. മലയാളി മെമ്മോറിയലിന് നേതൃത്വം നൽകിയ വ്യക്തി ബാരിസ്റ്റർ GP പിള്ള. മലയാളി മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത് ശ്രീമൂലം തിരുനാളിന്. മലയാളി മെമ്മോറിയൽ ശ്രീമൂലം തിരുനാളിന് സമർപ്പിച്ച വർഷം 1891 ജനുവരി മാസം 1-ാം തീയതി. മലയാളി മെമ്മോറിയൽ ആദ്യമായിട്ട് ഒപ്പുവെച്ചത് KP ശങ്കരമേനോൻ. മൂന്നാമതായിട്ട് ഒപ്പുവെച്ചത് ഡോക്ടർ പൽപ്പു. 1,28,000 പേർ ഇതിൽ മൊത്തത്തിൽ ഒപ്പുവെച്ചു. മലയാളി മെമ്മോറിയലിൽ 10,028 പേർ മൊത്തത്തിൽ ഇതിൽ ഒപ്പുവെച്ചു. മലയാളി മെമ്മോറിയലിലെ പ്രധാന നേതാക്കളാണ് KP ശങ്കരമേനോൻ, CV രാമൻപിള്ള, ഡോക്ടർ പൽപ്പു, കാവാലം നീലകണ്ഠൻ പിള്ള. മലയാളി മെമ്മോറിയൽ എഴുതി തയ്യാറാക്കിയത് CV രാമൻപിള്ള. മലയാളി മെമ്മോറിയലിന് നിയമ ഉപദേശം നൽകിയ ഇംഗ്ലീഷുകാരൻ നോർട്ടൺ. മലയാളി മെമ്മോറിയലിൻ്റെ മുദ്രാവാക്യം തിരുവിതാംകൂറുകാർക്ക് എന്ന ആശയത്തിൻ്റെ ഉപജ്ഞാതാവ് ബാരിസ്റ്റർ GP പിള്ളയാണ്. മലയാളി മെമ്മോറിയൽ സമർപ്പിക്കുമ്പോൾ തിരുവിതാംകൂറിലെ ദിവാൻ T രാമറാവു മലയാളി മെമ്മോറിയലിനെതിരെ കുറിച്ച് CV രാമൻപിള്ളയുടെ ലേഖനങ്ങളിൽ എഴുതിയ പത്രം മിതഭാഷി. മലയാളി മെമ്മോറിയലുമായിട്ട് ബന്ധപ്പെട്ട്
വി രാമൻപിള്ള രചിച്ച പുസ്തകം വിദേശീയ മേധാവിത്വം. മലയാളി മെമ്മോറിയലിൻ്റെ 125-ാം വാർഷികം ആചരിച്ചത് 2016-ലാണ്. എതിർ മെമ്മോറിയൽ. മലയാളി മെമ്മോറിയൽ സമർപ്പിച്ചതിന് എതിരെ ഹിന്ദു മലയാളികൾ, ക്രൈസ്തവ മലയാളികൾ, തമിഴ് ബ്രാഹ്മണർ തുടങ്ങിയ വിഭാഗത്തിലുള്ളവർ ചേർന്ന് ഒപ്പുവെച്ച ഒരു മെമ്മോറിയൽ തിരുവിതാംകൂർ രാജാവായിരുന്ന ശ്രീമൂലം തിരുനാളിന് സമർപ്പിച്ചു. ഇതാണ് എതിർ മെമ്മോറിയൽ എന്ന് അറിയപ്പെടുന്നത്. എതിർ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ട ദിവസം 1891 ജൂൺ മാസം 3-ാം തീയതി. എതിർ മെമ്മോറിയലിൻ്റെ പ്രധാന നേതാക്കൾ രാമ അയ്യർ, രാമനാഥൻ റാവുവാണ്. അടുത്തതായിട്ട് ഈഴവ മെമ്മോറിയൽ. വർഷം 1896. തിരുവിതാംകൂറിൽ ഈഴവർക്ക് സർക്കാർ ഉദ്യോഗങ്ങളിൽ പ്രാതിനിധ്യം ലഭിക്കുവാൻ വേണ്ടി ശ്രീമൂലം തിരുനാളിന് സമർപ്പിച്ച നിവേദനമാണ് ഈഴവ മെമ്മോറിയൽ. ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയ വ്യക്തി ഡോക്ടർ പൽപ്പു ആണ്. ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത് 1896 സെപ്റ്റംബർ മാസം 3-ാം തീയതി. ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കുമ്പോൾ തിരുവിതാംകൂറിലെ ദിവാൻ ശങ്കര സുബ്ബയ്യ. ഈഴവ മെമ്മോറിയൽ ഒപ്പുവെച്ചവരുടെ എണ്ണം 13,776 പേർ. രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത് കഴ്സൺ പ്രഭു ആണ്. 1900. വർഷം 1900. രണ്ടാം ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ഡോക്ടർ പൽപ്പു ആണ്. യഹൂദ മെമ്മോറിയൽ കൊച്ചി രാജാവിന് സമർപ്പിച്ച വർഷം 1817. അടുത്തതായിട്ട് നായർ ഈഴവ ലഹള. വർഷം 1905. നായർ ഈഴവ ലഹള നടന്ന വർഷം 1905 കേരളത്തിൻ്റെ തെക്ക് ഭാഗങ്ങളിൽ, പ്രധാനമായിട്ടും കൊല്ലം, പരവൂർ എന്നിവിടങ്ങളിൽ നായർ ഈഴവ ലഹള വ്യാപിച്ചത്. തിരുവിതാംകൂറിലെ അഭ്യസ്തവിദ്യരായ ജനങ്ങൾക്ക് ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ ജോലി ലഭിക്കണം എന്ന ആവശ്യത്തോടുകൂടി സമർപ്പിച്ച നിവേദനം മലയാളി മെമ്മോറിയൽ. തിരുവിതാംകൂറിലെ ഈഴവർക്ക് സർക്കാർ ഉദ്യോഗങ്ങളിൽ പ്രാതിനിധ്യം ലഭിക്കുവാൻ വേണ്ടി സമർപ്പിച്ച നിവേദനമാണ് ഈഴവ മെമ്മോറിയൽ. മലയാളി മെമ്മോറിയലിന് എതിരെ ഹിന്ദു മലയാളികൾ, ക്രൈസ്തവ മലയാളികൾ, തമിഴ് ബ്രാഹ്മണർ എന്നിവർ സമർപ്പിച്ച നിവേദനം എതിർ മെമ്മോറിയൽ. അടുത്തതായിട്ട് പുലയ ലഹള. വർഷം 1915. ദളിത് വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ അവകാശങ്ങൾക്ക് വേണ്ടി നടന്ന ലഹളയാണ് പുലയ ലഹള. പഞ്ചമി എന്ന ദളിത് വിദ്യാർത്ഥിനിയെ ഊരുട്ടമ്പലം സ്കൂളിൽ പ്രവേശിപ്പിക്കാതെയുള്ള അയ്യങ്കാളിയുടെ ശ്രമം അധികാരികൾ തടഞ്ഞതാണ് ലഹളയ്ക്ക് കാരണമായി മാറിയത്. പുലയ ലഹള നടന്ന വർഷം 1915. പുലയ ലഹളയ്ക്ക് നേതൃത്വം നൽകിയത് അയ്യങ്കാളി. തിരുവനന്തപുരത്തെ ബാലരാമപുരത്ത് അടുത്തുള്ള ഊരുട്ടമ്പലം എന്ന സ്ഥലത്ത് ഈ ലഹള നടത്തിയിരുന്നതിനാൽ ഊരുട്ടമ്പലം ലഹള എന്നും അറിയപ്പെടുന്നു. കൊല്ലവർഷം 1900 നടന്ന ഇത് 90-ാം ആണ്ട് ലഹള എന്നും അറിയപ്പെടുന്നു. അടുത്തതായിട്ട് പെരിഞ്ഞാട് ലഹള. വർഷം 1915. പെരിഞ്ഞാട് ലഹള നടന്ന വർഷം 1915. പെരിഞ്ഞാട് ലഹളയ്ക്ക് നേതൃത്വം നൽകിയത് അയ്യങ്കാളി. പുലയരുൾപ്പെട്ട താഴ്ന്ന ജാതിയിൽപ്പെട്ട സ്ത്രീകൾക്കും കാതിലും കഴുത്തിലും ജാതിയുടെ അടയാളമായിട്ട് കല്ല് കൊണ്ടുള്ള ആഭരണങ്ങൾ അണിഞ്ഞിരുന്നത്. ഇതിനെതിരെ അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ കല്ലുമാല ബഹിഷ്കരിക്കുകയും സവർണ ജാതിക്കാർ അണിയുന്നത് പോലെ ആഭരണങ്ങൾ അണിയാനുള്ള അവകാശം താഴ്ന്ന ജാതിക്കാർ നേടിയെടുക്കുകയും ചെയ്തു. പെരിഞ്ഞാട് ലഹളയുടെ പ്രധാന സമരകേന്ദ്രമാണ് കൊല്ലം പെരിഞ്ഞാട്. പെരിഞ്ഞാട് ലഹള അറിയപ്പെടുന്ന മറ്റൊരു പേര് കല്ലുമാല സമരം. അടുത്തതായിട്ട് പൗരസമത്വ പ്രക്ഷോഭം. വർഷം 1919 മുതൽ 22 വരെയാണ്. അഹിന്ദുക്കൾക്കും അവർണർക്കും റവന്യൂ വകുപ്പിൽ ജോലി ലഭിക്കുന്നതിനായിട്ട് നടന്ന പ്രക്ഷോഭമാണ് പൗരസമത്വ പ്രക്ഷോഭം. പൗരസമത്വ പ്രക്ഷോഭം നടന്നത് 1919 മുതൽ 22 വരെയാണ്. പ്രധാന നേതാക്കൾ ടി.കെ. മാധവൻ, എ.ജെ. ജോൺ, എൻ.വി. ജോസഫും. പൗരസമത്വ പ്രക്ഷോഭം നടക്കുമ്പോൾ തിരുവിതാംകൂർ രാജാവ് ശ്രീമൂലം തിരുനാൾ. പൗരസമത്വ പ്രക്ഷോഭം അറിയപ്പെടുന്ന മറ്റൊരു പേര് സമത്വവാദ പ്രക്ഷോഭം. പൗരസമത്വ പ്രക്ഷോഭത്തിൻ്റെ അനന്തരഫലമാണ് ദേവസ്വം വകുപ്പിലെ റവന്യൂ വകുപ്പിൽ നിന്നും വേർതിരിച്ചു. പൗരസമത്വ പ്രക്ഷോഭത്തെ പിന്തുണച്ച എ.കെ. പിള്ളയുടെ പത്രമാണ് സ്വരാട്. അടുത്തതായിട്ട്
വൈക്കം സത്യാഗ്രഹം 1924. ഇന്ത്യയിൽ അയിത്തത്തിനെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് വൈക്കം സത്യാഗ്രഹം. വൈക്കം മഹാദേവി ക്ഷേത്രത്തിന് ചുറ്റുമുള്ള വഴികളിലൂടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിനായിട്ട് നടത്തിയ പ്രക്ഷോഭമാണ് വൈക്കം സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത് 1924 മാർച്ച് മാസം 30. 1924 മാർച്ച് 30 സത്യാഗ്രഹം ആരംഭിച്ച വ്യക്തികൾ കുഞ്ഞാപ്പി, ബാഹുലേയൻ, ഗോവിന്ദ പണിക്കർ, പുലയ, ഈഴവ, നായർ സമുദായങ്ങൾ ചേർന്നിട്ടാണ് നടന്നത്. ഓരോ ദിവസവും അവർണ സവർണ വിഭാഗത്തിൽപ്പെട്ട 3 പേർ അവർണർക്ക് പ്രവേശനമില്ല എന്ന് എഴുതിയ ബോർഡിൻ്റെ പരിധി കടന്ന് ക്ഷേത്രത്തിൽ പോവുക എന്നതായിരുന്നു സമരമുറ. അയിത്തത്തിനെതിരായിട്ട് TK മാധവൻ പ്രമേയം അവതരിപ്പിച്ച കോൺഗ്രസ് സമ്മേളനമാണ് കാക്കിനാട സമ്മേളനം. വർഷം 1923. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ പ്രധാന നേതാക്കൾ TK മാധവൻ, KP കേശവമേനോൻ. മറ്റ് നേതാക്കളായിട്ട് CV കുഞ്ഞിരാമൻ, K കേളപ്പൻ, മന്നത്ത് പത്മനാഭൻ, ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ള, കീരൂർ നീലകണ്ഠ പിള്ളയുമുണ്ട്. വൈക്കം സത്യാഗ്രഹ ആശ്രമമായിട്ട് ഉപയോഗിച്ച ശ്രീനാരായണ ഗുരുവിൻ്റെ മഠം വെല്ലൂർ മഠം, വൈക്കത്തെ വെല്ലൂർ മഠം. വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത ശ്രീനാരായണ ഗുരുവിൻ്റെ ശിഷ്യന്മാരാണ് സ്വാമി സത്യവർദ്ധൻ, കോട്ടു കോയിക്കൽ വേലായുധൻ. ഗാന്ധിജിയുടെ പ്രേരണയാൽ വൈക്കം സത്യാഗ്രഹ ക്യാമ്പ് സന്ദർശിച്ച ദേശീയ നേതാവാണ് ആചാര്യ വിനോബ ഭാവെ. വൈക്കം സത്യാഗ്രഹത്തെ അനുകൂലിച്ചെത്തിയ ദേശീയ നേതാക്കൾ ഗാന്ധിജി, EV രാമസ്വാമി നായ്ക്കറും. വൈക്കം സത്യാഗ്രഹത്തോട് അനുബന്ധിച്ച് ഗാന്ധിജി രണ്ടാമതായിട്ട് കേരളം സന്ദർശിച്ച വർഷം 1925. 1925 മഹാത്മാഗാന്ധിജി തിരുവിതാംകൂർ സന്ദർശിച്ചപ്പോൾ ഭരണാധികാരിയായിട്ട് ഇരുന്നത് സേതു ലക്ഷ്മി ഭായ് ആണ്. വൈക്കം സത്യാഗ്രഹം തുടങ്ങുമ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരി ശ്രീമൂലം തിരുനാൾ. വൈക്കം സത്യാഗ്രഹം അവസാനിക്കുമ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരി റാണി സേതു ലക്ഷ്മി ഭായ്. മധുരയിൽ നിന്നും വൈക്കത്തേക്ക് ജാഥ നയിച്ചത് EV രാമസ്വാമി നായ്ക്കർ. പെരിയാർ, വൈക്കം ഹീറോ, വൈക്കം വീരൻ, പെരിയോറ്, വൈക്കം ഹീറോ, വൈക്കം വീരൻ എന്ന പേരുകളിൽ അറിയപ്പെടുന്നത് EV രാമസ്വാമി നായ്ക്കറാണ്. EV രാമസ്വാമി നായ്ക്കറുടെ പ്രതിമ സ്ഥാപിച്ചിരിക്കുന്നത് വൈക്കത്താണ്. വൈക്കം സത്യാഗ്രഹങ്ങൾക്ക് സൗജന്യ ഭക്ഷണശാല തുറന്ന് സഹായം നൽകിയവരാണ് അകാലികൾ. വൈക്കം സത്യാഗ്രഹത്തിന് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് പഞ്ചാബിൽ നിന്നും എത്തിയ അകാലികളുടെ നേതാവാണ് ലാലാ ലാൽ സിംഗ്. വൈക്കം സത്യാഗ്രഹം അവസാനിപ്പിച്ചത് 1925 നവംബർ മാസം 23. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ കാലയളവ് 603 ദിവസമാണ്. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ വിജയത്തെ സ്വാതന്ത്ര്യത്തിൻ്റെ അടിസ്ഥാന തത്വം എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജി. വൈക്കം സത്യാഗ്രഹ കാലത്തെ തിരുവിതാംകൂർ ദിവാൻ T രാഘവയ്യ ആണ്. വൈക്കം ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നട ഒഴികെയുള്ള നിരത്തുകൾ ജാതിമത ഭേദമന്യേ എല്ലാവർക്കും തുറന്നു കൊടുക്കാൻ ഉത്തരവായത് 1925 നവംബർ മാസം 23. തിരുവിതാംകൂറിലെ എല്ലാ ക്ഷേത്ര നിരത്തുകളിലും എല്ലാവർക്കുമായിട്ട് തുറന്നു കൊടുത്തുകൊണ്ട് വിളംബരം പുറപ്പെടുവിച്ച വർഷം 1928. വൈക്കം സത്യാഗ്രഹം അനുഷ്ഠിച്ച അഹിന്ദുക്കളാണ് ജോർജ് ജോസഫ്, PM സെബാസ്റ്റ്യൻ, അബ്ദുൾ റഹ്മാൻ. അടുത്തതായിട്ട് സവർണ ജാഥ. വൈക്കം സത്യാഗ്രഹത്തെ അനുകൂലിച്ച് വൈക്കത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ സംഘടിപ്പിച്ച വ്യക്തി മന്നത്ത് പത്മനാഭൻ. ആരുടെ നിർദ്ദേശപ്രകാരമാണ് മന്നത്ത് പത്മനാഭൻ്റെ നേതൃത്വത്തിൽ സവർണ ജാഥ സംഘടിപ്പിച്ചത്? ഗാന്ധിജി. സവർണ ജാഥ ആരംഭിച്ചത് 1924 നവംബർ മാസം 1. സവർണ ജാഥ തിരുവനന്തപുരത്ത് എത്തിയത് 1924 നവംബർ മാസം 12. നാഗർകോവിലിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ നയിച്ചത് M.E. നായിഡു ആണ്. വൈക്കം മെമ്മോറിയൽ സമർപ്പിച്ചപ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരി റാണി സേതു ലക്ഷ്മി ഭായ്. ശുചീന്ദ്രം സത്യാഗ്രഹം. വർഷം 1926. വൈക്കം സത്യാഗ്രഹത്തിന് ശേഷം ദക്ഷിണ തിരുവിതാംകൂറിൽ സഞ്ചാര സ്വാതന്ത്ര്യത്തിനായിട്ട് നടന്ന സത്യാഗ്രഹമാണ് ശുചീന്ദ്രം സത്യാഗ്രഹം. ശുചീന്ദ്രം ശിവക്ഷേത്രത്തിന് ചുറ്റുമുള്ള വഴികളിൽ സഞ്ചാര സ്വാതന്ത്ര്യത്തിനായിട്ട് നടത്തിയ സത്യാഗ്രഹമാണിത്. ശുചീന്ദ്രം സത്യാഗ്രഹം ആരംഭിച്ചത്
1926 ഫെബ്രുവരി 19. ശുചീന്ദ്രം സത്യാഗ്രഹത്തിൻ്റെ പ്രധാന നേതാവാണ് ഡോക്ടർ M.E. നായിഡു. ശുചീന്ദ്രം സത്യാഗ്രഹത്തിൻ്റെ നേതൃത്വം നൽകിയ മറ്റ് നേതാക്കൾ H. പെരുമാൾ പണിക്കർ, P.C. താണു, മലയ പെരുമാൾ, ഗാന്ധിദാസ്. ശുചീന്ദ്രം സത്യാഗ്രഹം അടിച്ചമർത്തിയത് സവർണ ജാതിക്കാരാണ്. ശുചീന്ദ്രം സത്യാഗ്രഹം പുനരാരംഭിച്ചത് 1930 മെയ് 13. 1930 മെയ് 13 ആരംഭിച്ച സത്യാഗ്രഹത്തിൻ്റെ ക്യാപ്റ്റൻ ഗാന്ധി രാമൻപിള്ള. ശുചീന്ദ്രം സത്യാഗ്രഹ കമ്മിറ്റി. M.E. നായിഡുവിൻ്റെ വസതിയിൽ ചേർന്ന യോഗത്തിൽ ശുചീന്ദ്ര സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുത്തത് M. സുബ്രഹ്മണ്യ പിള്ള, സെക്രട്ടറിയായിട്ട് M.E. നായിഡു, ട്രഷറർ H. പെരുമാൾ പണിക്കർ, പബ്ലിസിറ്റി ഓഫീസർ P.C. താണുമലയ പെരുമാൾ, വോളണ്ടിയർ ക്യാപ്റ്റൻ C. മുത്തുസ്വാമി. ഗാന്ധിദാസ് എന്നറിയപ്പെടുന്നതും C. മുത്തുസ്വാമിയാണ്. അടുത്തതായിട്ട് ഗുരുവായൂർ സത്യാഗ്രഹം. വർഷം 1931. ക്ഷേത്രപ്രവേശനത്തിനും അയിത്തത്തിനും എതിരായിട്ടും നടന്ന സമരമാണ് ഗുരുവായൂർ സത്യാഗ്രഹം. ഏത് ക്ഷേത്രപ്രവേശനവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ജനഹിത പരിശോധന നടത്തിയത്? ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ചത് 1931 നവംബർ മാസം 1-ാം തീയതി. ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ പ്രസ്ഥാനം KPCC അഥവാ കേരള പ്രൊവിൻഷ്യൽ കോൺഗ്രസ് കമ്മിറ്റി. KPCCയുടെ ഗുരുവായൂർ സത്യാഗ്രഹ പ്രമേയം പാസാക്കിയ സമ്മേളനം വടകര സമ്മേളനമാണ്. 1931 മെയ് മാസം 5-ാം സമ്മേളനമാണിത്. വടകര സമ്മേളനത്തിന് നേതൃത്വം നൽകിയ വ്യക്തി J.M. ഗുപ്ത. ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങളാണ് എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രപ്രവേശനം സാധ്യമാക്കുക. ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ പ്രധാന നേതാക്കൾ K. കേളപ്പൻ. ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ എന്നറിയപ്പെടുന്നത് A.K. ഗോപാലൻ. ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡന്റ് മന്നത്ത് പത്മനാഭൻ. ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ സെക്രട്ടറി K. കേളപ്പൻ. ഗുരുവായൂർ സത്യാഗ്രഹത്തെ തുടർന്ന് നിരാഹാരമനുഷ്ഠിച്ച വ്യക്തി K. കേളപ്പൻ. 1932 സെപ്റ്റംബർ മാസം 21-ാം തീയതിയാണ്. ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം നിരാഹാരം അവസാനിപ്പിച്ചത് 1932 ഒക്ടോബർ മാസം 2-ാം തീയതി. ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ ക്ഷേത്രപ്രവേശന ക്യാമ്പയിൻ്റെ ക്യാപ്റ്റനായിരുന്നത് സുബ്രഹ്മണ്യൻ തിരുമുമ്പാണ്. കേരളത്തിൻ്റെ പാടുന്ന പടവ എന്നറിയപ്പെടുന്നത് സുബ്രഹ്മണ്യ തിരുമുമ്പ്. വിശേഷിപ്പിച്ചത് EMS നമ്പൂതിരിപ്പാടാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ മണിമുഴക്കിയ ആദ്യ ബ്രാഹ്മണനാണ് P. കൃഷ്ണപിള്ള. ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിക്കാൻ കാരണമായിട്ടുള്ള KPCCയുടെ സമ്മേളനം നടന്ന സ്ഥലം വടകര. ഗുരുവായൂർ സത്യാഗ്രഹ കാലത്ത് ഗുരുവായൂർ ക്ഷേത്രം നിലനിന്നിരുന്ന താലൂക്ക് പൊന്നാനി താലൂക്കാണ്. ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ പ്രധാന നേതാവ് K. കേളപ്പൻ. ശുചീന്ദ്രം സത്യാഗ്രഹത്തിൻ്റെ പ്രധാന നേതാവ് M.E. നായിഡു. പാലിയം സത്യാഗ്രഹത്തിൻ്റെ പ്രധാന നേതാവ് C. കേശവൻ. അമരാവതി സത്യാഗ്രഹത്തിൻ്റെ പ്രധാന നേതാവ് A.K. ഗോപാലൻ. അടുത്തതായിട്ട് യാചനായാത്ര. വർഷം 1931. ദരിദ്ര വിദ്യാർത്ഥികളുടെ പഠന സഹായത്തിനായിട്ടുള്ള ഫണ്ട് സമാഹരിക്കുന്നതിന് വേണ്ടി നടത്തിയ യാത്രയാണ് യാചനായാത്ര. യാചനായാത്ര ആരംഭിച്ചത് 1931-ലാണ്. യാചനായാത്രയ്ക്ക് നേതൃത്വം നൽകിയത് V.T. ഭട്ടതിരിപ്പാട്. തൃശ്ശൂർ മുതൽ ചന്ദ്രഗിരി പുഴ വരെയാണ് നടന്നത്. യാചനായാത്ര 7 ദിവസം വരെ നീണ്ടുനിന്നു. അടുത്തതായിട്ട് നിവർത്തന പ്രക്ഷോഭം. 1932. ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് സംവരണം ലഭിക്കുന്നതിനായിട്ട് നടന്ന പ്രക്ഷോഭമാണ് നിവർത്തന പ്രക്ഷോഭം. ഈഴവർക്കും മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും ജനസംഖ്യാനുപാതികമായിട്ട് നിയമസഭാ പ്രാതിനിധ്യം ലഭിക്കുന്നതിനാണെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രക്ഷോഭമാണ് നിവർത്തന പ്രക്ഷോഭം. നിവർത്തന പ്രക്ഷോഭത്തിന് പിന്നിൽ പ്രവർത്തിച്ച സംഘടന സംയുക്ത രാഷ്ട്രീയ സമിതിയാണ്. ക്രിസ്ത്യൻ, ഈഴവ, മുസ്ലിം സമുദായത്തിലെ പ്രതിനിധികൾ ചേർന്ന് രൂപം നൽകിയ സംയുക്ത രാഷ്ട്രീയ സമിതി നിലവിൽ വന്നത് 1932 ഡിസംബർ മാസം 17-ാം തീയതി. തിരുവിതാംകൂർ രാജാവായിരുന്ന ശ്രീ ചിത്തിര തിരുനാളിന് സംയുക്ത രാഷ്ട്രീയ സമിതി മെമ്മോറിയൽ സമർപ്പിച്ചത് 1933. നിവർത്തന പ്രക്ഷോഭത്തിലെ പ്രധാന നേതാക്കന്മാരാണ് N.V. ജോസഫ്, C. കേശവൻ, T.M. വർഗീസ്, P.K. കുഞ്ഞ്, C.V. കുഞ്ഞിരാമൻ, അബ്ദുറഹ്മാൻ സാഹിബ്. നിവർത്തന എന്ന വാക്ക് നിർദ്ദേശിച്ചത് K.C. ചാക്കോ ആണ്. നിവർത്തന പ്രക്ഷോഭവുമായിട്ട് ബന്ധപ്പെട്ട് 1935 കോഴഞ്ചേരി പ്രസംഗം നടത്തിയത് C. കേശവൻ.
ട്രാവൻകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപം കൊള്ളാൻ കാരണമായിട്ടുള്ള പ്രക്ഷോഭം നിവർത്തന പ്രക്ഷോഭം. ട്രാവൻകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപം കൊണ്ട വർഷം 1936. ട്രാവൻകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ GD നോക്സ്. ട്രാവൻകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ആയത് 1956. നിവർത്തന പ്രക്ഷോഭത്തിൻ്റെ ജിഹ്വ എന്നറിയപ്പെടുന്ന പത്രമാണ് കേരള കേസരി. നിവർത്തന പ്രക്ഷോഭത്തിന് ആ പേര് നിർദ്ദേശിച്ച വ്യക്തി IC ചാക്കോ. കേരളത്തിലെ ആദ്യ പ്രതിപക്ഷ നേതാവ് PT ചാക്കോ. അടുത്തതായിട്ട് വൈദ്യുതി പ്രക്ഷോഭം വർഷം 1936. കൊച്ചിയിൽ ഉത്തരവാദ ഭരണത്തിന് വേണ്ടി ആരംഭിച്ച പ്രക്ഷോഭമാണ് വൈദ്യുതി പ്രക്ഷോഭം. കൊച്ചിയിലെ ദിവാനായിരുന്ന RK ഷൺമുഖം ചെട്ടി തൃശ്ശൂരിലെ വൈദ്യുതി വിതരണത്തിനുള്ള അധികാരം ചന്ദ്രിക എന്നൊരു കമ്പനിക്ക് നൽകിയതാണ് വൈദ്യുതി സമരത്തിൻ്റെ പ്രധാന കാരണം. വൈദ്യുതി പ്രക്ഷോഭം ആരംഭിച്ച വർഷം 1936. വൈദ്യുതി പ്രക്ഷോഭം നടന്ന ജില്ല തൃശ്ശൂർ. അതിൻ്റെ നേതാവ് ഇക്കണ്ട വാര്യരാണ്. വൈദ്യുതി പ്രക്ഷോഭ നേതാവ് ഇക്കണ്ട വാര്യർ. വൈദ്യുതി പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയവർ MR മേനോൻ, ഇക്കണ്ട വാര്യർ, CR ഉണ്ണി. വൈദ്യുതി പ്രക്ഷോഭത്തിൻ്റെ അടിച്ചമർത്തിയത് കൊച്ചി ഗവൺമെൻറ്. ക്ഷേത്രപ്രവേശന വിളംബരം 1936. തിരുവിതാംകൂറിലെ അവർണരായ ഹൈന്ദവർക്ക് ക്ഷേത്രങ്ങളിലേക്കുള്ള പ്രവേശനം കാരണമായിട്ടുള്ള വിളംബരമാണ് ക്ഷേത്രപ്രവേശന വിളംബരം. ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയത് 1936 നവംബർ മാസം 12-ാം തീയതി. ക്ഷേത്രപ്രവേശന വിളംബരം സമയത്ത് തിരുവിതാംകൂർ ദിവാൻ CP രാമസ്വാമി അയ്യർ. ക്ഷേത്രപ്രവേശന വിളംബരത്തെ ആധുനിക ലോകത്തെ മഹാത്ഭുതം എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജി. ആധുനിക തിരുവിതാംകൂറിലെ മാഗ്നാർക്കാട്ട എന്ന് വിശേഷിപ്പിച്ചത് ക്ഷേത്രപ്രവേശന വിളംബരമാണ്. ജനങ്ങളുടെ ആധ്യാത്മിക വിമോചനത്തിൻ്റെ അധികാര രേഖയായിട്ടുള്ള സ്മൃതി എന്ന ക്ഷേത്രപ്രവേശന വിളംബരത്തെക്കുറിച്ച് അഭിപ്രായപ്പെട്ടത് മഹാത്മാഗാന്ധിജി. ഗാന്ധിജി തൻ്റെ അവസാന കേരള സന്ദർശനത്തിൽ ഒരു തീർത്ഥാടനം എന്ന് വിശേഷിപ്പിച്ചത് ക്ഷേത്രപ്രവേശന വിളംബരത്തിൻ്റെ പശ്ചാത്തലത്തിലാണ്. ക്ഷേത്രപ്രവേശന വിളംബരത്തെ തീർത്തും അഹിംസാപരവും രക്തരഹിതവുമായിട്ടുള്ള വിപ്ലവം എന്ന് വിശേഷിപ്പിച്ചത് C രാജഗോപാൽ ആചാരി. ക്ഷേത്രപ്രവേശന വിളംബരത്തെ തിരുവിതാംകൂറിലെ ആധ്യാത്മിക രേഖ എന്ന് വിശേഷിപ്പിച്ചത് TK വേലു പിള്ളയാണ്. ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയത് ഉള്ളൂർ S പരമേശ്വരൻ അയ്യർ. മലബാർ ക്ഷേത്രപ്രവേശന ബിൽ പ്രസിദ്ധീകരിച്ച വർഷം 1938 ഓഗസ്റ്റ് മാസം 30-ാം തീയതി. മദ്രാസ് നിയമനിർമ്മാണ സഭയിൽ 1938 മലബാർ ക്ഷേത്രപ്രവേശന ബിൽ അവതരിപ്പിച്ചത് C രാജഗോപാൽ ആചാരി. തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത് 1936 നവംബർ മാസം 12-ാം തീയതി. മലബാറിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത് 1947 ജൂൺ മാസം 2-ാം തീയതി. കൊച്ചിയിലെ ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത് 1947 ഡിസംബർ 20-നാണ്. അടുത്തതായിട്ട് പട്ടിണി ജാഥ 1936. മലബാറിലെ ജനജീവിതത്തിൻ്റെ ശോചനീയ അവസ്ഥ മദ്രാസ് ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടി നടന്ന ജാഥയാണ് പട്ടിണി ജാഥ. പട്ടിണി ജാഥ നയിച്ചത് AK ഗോപാലൻ. പട്ടിണി ജാഥ ആരംഭിച്ചത് 1936. AK ഗോപാലൻ കണ്ണൂർ മുതൽ മദ്രാസ് വരെയാണ് പട്ടിണി ജാഥ നയിച്ചത്. പട്ടിണി ജാഥയിൽ 32 പേർ പങ്കെടുത്തു. പട്ടിണി ജാഥ പങ്കെടുത്തവരുടെ എണ്ണം 32. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹ ജാഥയിലും പങ്കെടുത്തവരുടെ എണ്ണം 32 തന്നെയാണ്. കല്ലറ പാങ്ങോട് സമരം 1938. കല്ലറ പാങ്ങോട് സമരം നടന്ന വർഷം 1938 ആണ്. സാർ CP രാമസ്വാമിയാരുടെ ഭരണത്തിനു ജന്മിമാരുടെ അന്യായമായിട്ടുള്ള ചന്തപ്പിരിവിനുമെതിരെ നടന്ന സമരമാണ് കല്ലറ പാങ്ങോട് സമരം. കല്ലറ പാങ്ങോട് സമരത്തിൻ്റെ പ്രധാന നേതാക്കൾ ചെല്ലപ്പൻ വൈദ്യർ, കൊച്ചപ്പി പിള്ളയാണ്. കല്ലറ പാങ്ങോട് സമരത്തെ തുടർന്ന് തൂക്കിലേറ്റപ്പെട്ടവരാണ് കൊച്ചപ്പി പിള്ള, K കൃഷ്ണനും. കടക്കൽ പ്രക്ഷോഭം 1938. കടക്കൽ പ്രക്ഷോഭം നടന്നത് 1938 സെപ്റ്റംബർ മാസത്തിലാണ്. കടക്കൽ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയത് ഫ്രാങ്കോ രാഘവൻ പിള്ള. കടക്കൽ സ്ഥിതി ചെയ്യുന്ന ജില്ല കൊല്ലം. കേരളത്തിൽ നടന്ന ഇന്ത്യയിലെ പ്രധാന സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭം കടക്കൽ പ്രക്ഷോഭമാണ്. കടക്കൽ ഫ്രാങ്കോ എന്നറിയപ്പെടുന്ന വ്യക്തി രാഘവൻ പിള്ള. ഉത്തരവാദ ഭരണ പ്രക്ഷോഭം 1938. 1938 മുതൽ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസും കൊച്ചി രാജ്യ പ്രജാമണ്ഡലവും നടത്തിയ പ്രക്ഷോഭമാണ് ഉത്തരവാദ ഭരണ പ്രക്ഷോഭം. തിരുവിതാംകൂറിലും കൊച്ചിയിലും ഉത്തരവാദ ഭരണ പ്രക്ഷോഭം ആരംഭിച്ചത് 38-39 കാലത്തിലാണ്. ഉത്തരവാദ ഭരണ പ്രക്ഷോഭത്തിൻ്റെ പ്രധാന നേതാക്കൾ പട്ടം താണുപിള്ള, TM വർഗീസ് ആണ്.
തിരുവിതാംകൂർ ദിവാനായിട്ടുള്ള സാർ CP രാമസ്വാമി അയ്യരുടെ തെറ്റായ നികുതി നയങ്ങൾക്കെതിരെ പ്രക്ഷോഭം നയിച്ചത് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് ആണ്. ഉത്തരവാദ ഭരണ പ്രക്ഷോഭത്തിൻ്റെ പ്രധാന ലക്ഷ്യം ഇലക്ഷനിലൂടെ തിരുവിതാംകൂറിൽ ഉത്തരവാദ ഭരണം കൊണ്ടുവരിക. തിരുവിതാംകൂറിൽ ഉത്തരവാദ ഭരണ പ്രക്ഷോഭത്തെ തുടർന്ന് നിരോധിച്ച സംഘടനകളാണ് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ്, യൂത്ത് ലീഗ്. നിയമലംഘന പ്രസ്ഥാനം തിരുവിതാംകൂറിൽ ആരംഭിച്ചത് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ്. 1938 ചരിത്രപ്രസിദ്ധമായിട്ടുള്ള രാജധാനി മാർച്ച് നേതൃത്വം നൽകിയത് അക്കാമ ചെറിയാനാണ്. 1938 ആഗസ്റ്റ് 31 NK പത്മനാഭ പിള്ളയെ അറസ്റ്റ് ചെയ്തതിനെ തുടർന്നുണ്ടായ സംഭവം നെയ്യാറ്റിൻകര വെടിവെപ്പാണ്. നെയ്യാറ്റിൻകര വെടിവെപ്പിൽ രക്തസാക്ഷിയായിട്ടുള്ള പ്രമുഖ വ്യക്തി വീരരാഘവൻ. നെയ്യാറ്റിൻകര വീരരാഘവൻ്റെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് അത്താഴമംഗലം, തിരുവനന്തപുരത്തെ അത്താഴമംഗലത്താണ്. തിരുവിതാംകൂർ ഉത്തരവാദ ഭരണം ആചരിച്ചത് 1939 ഫെബ്രുവരി മാസം 13 1939 യൂത്ത് ലീഗിൽ അംഗങ്ങൾ സ്റ്റേറ്റ് കോൺഗ്രസിൽ നിന്നും വിരമിച്ച ശേഷം ആരംഭിച്ച പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. സാർ CP രാമസ്വാമി അയ്യരെ 1947 ജൂലൈ മാസം 25 ആക്രമിച്ച കേരള സോഷ്യലിസ്റ്റ് പാർട്ടി അംഗം KCS മണി സാർ CP രാമസ്വാമി അയ്യർ ദിവാൻ പദവി രാജിവെച്ച് നാടുവിടാൻ കാരണമായിട്ടുള്ള പ്രക്ഷോഭം ഉത്തരവാദ ഭരണ പ്രക്ഷോഭമാണ്. സാർ CP രാമസ്വാമി അയ്യർക്ക് ശേഷം തിരുവിതാംകൂറിൽ ദിവാനായത് PGN ഉണ്ണിത്താൻ. തിരുവിതാംകൂറിലെ അവസാനത്തെ ദിവാൻ PGN ഉണ്ണിത്താൻ. കൊച്ചിയിലെ പ്രശസ്തമായ ആദ്യ മന്ത്രിയാണ് അമ്പാട്ട് ശിവരാമ മേനോൻ. അടുത്തതായിട്ട് കരിവെള്ളൂർ സമരം 1946. പൂഴ്ത്തിവെപ്പിനെതിരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ നടന്ന ജനമുന്നേറ്റമാണ് കരിവെള്ളൂർ സമരം. 1946 നടന്നത്. കരിവെള്ളൂർ സമരത്തിന് നേതൃത്വം നൽകിയ കർഷക നേതാക്കൾ AV കുഞ്ഞമ്പു, K കൃഷ്ണൻ മാസ്റ്റർ, P കുഞ്ഞിരാമൻ. കരിവെള്ളൂർ സ്ഥിതി ചെയ്യുന്ന ജില്ല കണ്ണൂർ. കരിവെള്ളൂർ സമരനായിക K ദേവയാനി. കരിവെള്ളൂർ സമരത്തിലെ രക്തസാക്ഷികളാണ് തിടിൽ കണ്ണൻ, കീനേരി കുഞ്ഞമ്പു. കരിവെള്ളൂരിൽ നിന്നും ചിറക്കൽ കോവിലകത്ത് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന നെല്ല് നേതാക്കൾ തടയുകയും ഗ്രാമനിവാസികൾക്ക് അത് വിതരണം ചെയ്യുകയും ചെയ്തു. അടുത്തതായിട്ട് പാലിയം സത്യാഗ്രഹം 1947. പാലിയം ക്ഷേത്രത്തിന് മുന്നിലുള്ള ചേന്ദമംഗലം റോഡ് വഴിയുള്ള സഞ്ചാര സ്വാതന്ത്ര്യം അഹിന്ദുക്കൾക്കും താഴ്ന്ന ജാതിക്കാർക്കും ലഭിക്കുന്നതിന് വേണ്ടി നടത്തിയ സമരമാണ് പാലിയം സത്യാഗ്രഹം. പാലിയം സത്യാഗ്രഹ ജാഥത്തിൻ്റെ പ്രധാന നേതാവ് C കേശവൻ. പാലിയം സത്യാഗ്രഹം ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്തത് C കേശവനാണ്. 1947 ഡിസംബർ 4 പാലിയം സത്യാഗ്രഹം നടന്ന പ്രദേശം സ്ഥിതി ചെയ്യുന്ന ജില്ല എറണാകുളം. പാലിയം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് പ്രധാന നേതാക്കൾ SNDP, പുലയ മഹാസഭ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയൊക്കെയാണ്. പാലിയം സത്യാഗ്രഹത്തിൻ്റെ രക്തസാക്ഷി AG വേലായുധൻ. പാലിയം സത്യാഗ്രഹത്തിന് അനുഭാവം പ്രകടിപ്പിച്ച രാജവംശങ്ങളാണ് ചിറക്കൽ കോവിലകം, കൊടുങ്ങല്ലൂർ കോവിലകം, കൊച്ചിൻ കോവിലകം. പാലിയം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വനിതകൾ ചിറക്കൽ കോവിലകത്തെ രമ്മത്തമ്പുരാട്ടി, ആര്യപ്പള്ളമാണ്. പാലിയം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് സൗഹൃദ ജാഥ നയിച്ചത് KK കൗസല്യ. പാലിയം സത്യാഗ്രഹം അവസാനിപ്പിച്ചത് കൊച്ചിയിലെ ക്ഷേത്രപ്രവേശന വിളംബരത്തോടു കൂടിയാണ്. ഹിന്ദു മതക്കാർക്ക് എല്ലാ ക്ഷേത്രത്തിലും പ്രവേശിക്കാനുള്ള അനുവാദം ലഭിച്ചത് 1948. സ്വാതന്ത്ര്യാനന്തരം കേരളത്തിൽ നടന്ന ആദ്യ സത്യാഗ്രഹമാണ് പാലിയം സത്യാഗ്രഹം. പാലിയം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് 1947 ഡിസംബർ മാസം 22 സ്ത്രീകളും സത്യാഗ്രഹം തുടങ്ങി എന്ന എഡിറ്റോറിയൽ പ്രസിദ്ധീകരിച്ച പത്രം മലയാള മനോരമ. അടുത്തതായിട്ട് കുത്താളി സമരം. കുത്താളി എസ്റ്റേറ്റിലെ കർഷകരുടെ ഭൂമി മലബാർ കളക്ടർ പാട്ടത്തിന് എടുത്തതിനെതിരെ കർഷകർ നടത്തിയ സമരമാണ് കുത്താളി സമരം. കുത്താളി സമരം നടന്ന ജില്ല കോഴിക്കോട്. കുത്താളി സമരത്തിൻ്റെ കാലഘട്ടം 1940-50. കുത്താളി സമരത്തിൻ്റെ മുദ്രാവാക്യം ചത്താലും ചെത്ത് കുത്താളി. കുത്താളി സമരം നടന്ന പ്രധാന പ്രദേശങ്ങൾ ചക്കിട്ടപ്പാറ, കൂരച്ചുണ്ട്, ചെങ്ങരോത്ത് താലൂക്കുകളിലാണ്. കുത്താളിയിലെ കർഷക സംഘം എസ്റ്റേറ്റിൽ കടന്നു കയറി കൃഷി ആരംഭിച്ചത് 1941. സമരം ശക്തിപ്പെട്ടതോടുകൂടി കർഷകരുടെ പാട്ടഭൂമി തിരിച്ചു നൽകാം എന്ന സന്ധിയിൽ ഒപ്പുവെച്ചത് 1946. കുത്താളിയിലെ കർഷകർക്ക് തങ്ങളുടെ പാട്ടഭൂമിയിലെ സമ്പൂർണ്ണ അവകാശം ലഭിച്ചത് 1967 EMS മന്ത്രിസഭയുടെ കാലത്താണ്. അടുത്തതായിട്ട് കൂട്ടംകുളം സമരം. തൃശ്ശൂരിലെ ഇരിങ്ങാലക്കുട കുടൽമാണിക്യ ക്ഷേത്രത്തിലെ ക്ഷേത്രപ്രവേശനത്തിന് വേണ്ടി നടന്ന സമരമാണ്
കൂട്ടംകുളം സമരം. കൂട്ടംകുളം സമരം നടന്നത് ഇരിങ്ങാലക്കുടയിലാണ്. കൂട്ടംകുളം സമരം ആരംഭിച്ച വർഷം 1946. പ്രധാന നേതാവായിട്ട് കാട്ടുപറമ്പൻ. മറ്റ് നേതാക്കൾ PC കുറുമ്പോ, KV ഉണ്ണി, PK ചാത്തൻ മാസ്റ്റർ, PK കുമാരൻ മാസ്റ്ററും ഒക്കെയാണ്. അടുത്തതായിട്ട് വട്ടിയൂർക്കാവ് സമ്മേളനം. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിലെ ആദ്യത്തെ വാർഷിക സമ്മേളന വേദിയാണ് വട്ടിയൂർക്കാവ്. 1938 ഡിസംബർ മാസം 22, 23 തീയതിയിലാണ് ഇത് നടന്നത്. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ആദ്യ പ്രസിഡന്റ് പട്ടം താണുപിള്ള. ആദ്യ സെക്രട്ടറിമാർ PS നടരാജപിള്ള, KT തോമസ്. ആദ്യ ട്രഷററായിട്ട് MR മാധവ വാര്യർ. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിലെ ആദ്യ സമ്മേളനം നടന്നത് 1938 ഫെബ്രുവരി മാസം 25. വട്ടിയൂർക്കാവ് സ്വതന്ത്ര സ്മാരകത്തിനും മ്യൂസിയത്തിനുമായിട്ട് തറക്കല്ലിട്ടത് 2012 ഉമ്മൻചാണ്ടിയാണ്. തോൽവിറക് സമരം. തോൽവിറക് സമരം നടന്ന വർഷം 1946. തോൽവിറക് സമരം നടന്ന ജില്ല കാസർഗോഡ് ചീമേനിയിലാണ്. തോൽവിറക് സമര നായിക കാർത്തിയാനി. മാഹി വിമോചന സമരം. മാഹിയെ ഫ്രഞ്ച് അധീനതയിൽ നിന്നും മോചിപ്പിക്കുന്നതിനായിട്ട് നടന്ന സമരമാണ് മാഹി വിമോചന സമരം. മാഹി വിമോചന സമരത്തിന് നേതൃത്വം നൽകിയ സംഘടന മയ്യഴി മഹാജനസഭ. മയ്യഴി മഹാജനസഭ രൂപം കൊണ്ട വർഷം 1938. മാഹി വിമോചന സമരം നടന്ന വർഷം 1948. മഹാജനസഭയിലെ വിപ്ലവകാരികൾ ഫ്രഞ്ച് പതാക അഴിച്ചുമാറ്റി ഇന്ത്യൻ പതാക ഉയർത്തിയ വർഷം 1948 ഒക്ടോബർ മാസം 22 തീയതി. ഫ്രഞ്ചുകാർ വിമോചന സമരം അടിച്ചമർത്തിയതെന്ന് 1948 ഒക്ടോബർ മാസം 28 തീയതിയാണ്. സമരക്കാർ മയ്യഴിയിലേക്ക് ബഹുജന മാർച്ച് നടത്തിയത് 1954 ജൂലൈ മാസം 14 തീയതി. മാഹി വിമോചന സമരത്തിൻ്റെ പ്രധാന നേതാവ് IK കുമാരൻ മാസ്റ്റർ. മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്നത് IK കുമാരൻ മാസ്റ്റർ. മയ്യഴി ഫ്രഞ്ച് അധീനതയിൽ നിന്നും മോചിക്കപ്പെട്ട വർഷം 1954 ജൂലൈ മാസം 16 തീയതി. കൽപ്പാത്തി സമരം. പാലക്കാട്ടെ കൽപ്പാത്തി ക്ഷേത്ര റോഡിൽ അവർണർക്കും സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടന്ന സമരമാണ് കൽപ്പാത്തി സമരം. കൽപ്പാത്തി സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച സംഘടന ആര്യ സമാജം. MSP സമരം. മലബാർ പോലീസിൻ്റെ നേതാവും മറ്റ് ആനുകൂല്യങ്ങളും വർദ്ധിപ്പിക്കണമെന്ന് വേണ്ടി നടന്ന സമരമാണ് MSP സമരം. മലബാർ സ്പെഷ്യൽ പോലീസ് സമരം. MSP സമരം ആരംഭിച്ചത് 1946 ഏപ്രിൽ മാസം 16 തീയതി. MSP സമരം അവസാനിപ്പിച്ചത് 1946 ഏപ്രിൽ 24. ഈ സമരത്തിന് ശേഷം ഏകദേശം 645 പോലീസുകാരെ ബ്രിട്ടീഷ് ഗവൺമെൻറ് പിരിച്ചുവിട്ടു. തളിക്ഷേത്ര സമരം. തളിക്ഷേത്ര സമരം നടന്ന വർഷം 1917. തളിക്ഷേത്ര സമരത്തിൻ്റെ ലക്ഷ്യം കോഴിക്കോട് തളിക്ഷേത്രത്തിലേക്കുള്ള എല്ലാ വഴികളും എല്ലാ ഹൈന്ദവർക്കുമായിട്ട് തുറന്നു നൽകുക എന്നതാണ്. തളിക്ഷേത്ര പ്രക്ഷോഭവുമായിട്ട് ബന്ധപ്പെട്ട പ്രധാന നേതാവാണ് C കൃഷ്ണൻ. നേതൃത്വം നൽകിയ മറ്റ് നേതാക്കൾ KP കേശവമേനോൻ, മഞ്ചേരി രാമയ്യർ. ശൂരനാട് കലാപം നടന്ന വർഷം 1949. സോ ഫ്രണ്ട്സ്, ഇതോടുകൂടി കേരളത്തിലെ ദേശീയ പ്രസ്ഥാനങ്ങൾ എന്ന എല്ലാ ടോപ്പിക്കിനെ കുറിച്ചും ഏകദേശം എല്ലാം കവർ ചെയ്ത് കേരളത്തിൽ നടന്ന സമരങ്ങളും മറ്റു കാര്യങ്ങളും എല്ലാം കവർ ചെയ്തുകൊണ്ടുള്ള ഈ ഒരു ഒറ്റ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇനി വേണ്ടുന്ന ടോപ്പിക്സും ഒക്കെ എന്നെ കമൻ്റായിട്ട് രേഖപ്പെടുത്തി അറിയിക്കാനും മറക്കല്ലേ. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. കൂടുതൽ വീഡിയോസ് ഉടൻ വരുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.